യുവരാജ് ഗോകുലിനെ ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ ചവറ്റുകുട്ടയിലാക്കിയെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ പരിഹാസം. കഴിവുള്ള ചെറുപ്പക്കാരെ വളരാൻ അനുവദിക്കില്ലെന്ന ബി.ജെ.പിയുടെ അപ്രഖ്യാപിത നയത്തിന്റെ ഒടുവിലത്തെ ഇരയാണ് യുവരാജ് ഗോകുലെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു. യുവരാജ് ഗോകുലിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് സന്ദീപിന്റെ FB പോസ്റ്റ്. അലക്സ് മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അലക്സ്, ബി.ജെ.പി. വിട്ടെങ്കിലും അവിടെ മുമ്പ് ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകരെ അവരുടെ ആശങ്കകളൊക്കെ സന്ദീപ് വാര്യർ പങ്കുവയ്ക്കാറുണ്ട്. ഇതിനു മുമ്പും സമാനമായ പ്രതികരണങ്ങൾ നടത്തുക, ഇതിന് ബി.ജെ.പി. നേതാക്കളുടെ മറുപടിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ബി.ജെ.പിക്കുള്ളിലെ അല്ലെങ്കിൽ യുവമോർച്ചയിലെയൊക്കെ അസംതൃപ്തിയെ മുതലെടുക്കാനുള്ളൊരു നീക്കം അത് സന്ദീപ് ഇങ്ങനെ തുടരുകയാണ്. ഗോകുല, തീർച്ചയായും ബി ജെ പി വിട്ട് കോൺഗ്രസ് പാളയത്തിൽ എത്തിയെങ്കിലും സന്ദീപ് വാര്യർക്ക് ബി.ജെ.പിക്കുള്ളിലുള്ള യുവ നേതാക്കളെ പറ്റി വലിയ ആശങ്ക ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ യുവരാജ് ഗോകുലിനായാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരിക്കുന്നത്. ഇന്നലെ ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിരുന്നു 163 അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ യുവരാജ് ഗോകുലിനെ പരിഗണിച്ചിരുന്നില്ല. അത് മാത്രമല്ല, ഈ മോർച്ച ഭാരവാഹികളെ പ്രഖ്യാപിക്കുമ്പോഴോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ബി.ജെ.പിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടികയിലോ മോർച്ച ഭാരവാഹികളെ പ്രഖ്യാപിക്കുമ്പോൾ യുവരാജ് ഗോകുലിനെ പരിഗണിച്ചിരുന്നില്ല. യുവരാജ് ഗോകുൽ നിലവിൽ ബി.ജെ.പിയുടെ മീഡിയ പാനലിലെ ഒരു അംഗം മാത്രമാണ്. അതായത് 80-90 പേരുള്ള സംസ്ഥാന വക്താക്കളിൽ ഒരു അംഗം മാത്രമാണ് യുവരാജ് ഗോകുൽ. ആ കാര്യമാണ് സന്ദീപ് വാര്യർ മുതലെടുക്കുന്നത്. ഇതിൽ സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്, കഴിവുള്ള ചെറുപ്പക്കാരെ വളരാൻ അനുവദിക്കില്ല എന്ന് ബി.ജെ.പിയുടെ അപ്രഖ്യാപിത നയത്തിന്റെ ഒടുവിലത്തെ ഇരയാണ് യുവരാജ് ഗോകുൽ. നല്ലൊരു സംഘാടകനായും വാഗ്മിയായും ഉയർന്നു വന്നൊരാൾ ഇന്ന് ആ പാർട്ടിയുടെ ചവറ്റുകുട്ടയിൽ ഒരു മൂലയ്ക്കാണ്. പേര് പോലും കേട്ടിട്ടില്ലാത്തവർ പാർട്ടിയുടെ വക്താക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ ബി.ജെ.പിയുടെ നിലവിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള സംവിധായകനെ പാടെ അവഗണിച്ചു എന്ന വിമർശനമുണ്ട്. കുംഭമേളയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. പ്രസിഡന്റിന്റെ ചാനൽ ചെയ്ത ഒരു പരിപാടിയെക്കുറിച്ച് ഫേസ്ബുക്കിൽ വിമർശനം ഉയർത്തിയതാണ് യുവരാജ് ഗോകുലിനെ അവഗണിക്കാനുണ്ടായ സാഹചര്യമെന്നാണ് സന്ദീപ് വാര്യർ ആരോപിക്കുന്നത്. തങ്ങളുടെ ബിസിനസിനെ തൊട്ടാൽ ഇത്രയധികം വെറുപ്പ് വ്യക്തിപരമായും സംഘടനാപരമായും കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനം ബി.ജെ.പി. മാത്രമേ ഉണ്ടാകൂ എന്ന് സന്ദീപ് വാര്യർ ആരോപിക്കുന്നു. വെറുപ്പിന്റെ ആ കമ്പോളം വിടുന്നതാണ് യുവരാജ് ഗോകുലിനും അതുപോലെ വളർന്നു വരുന്ന മറ്റു ചെറുപ്പക്കാർക്കും നല്ലതെന്നാണ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് കുറിപ്പ്. എന്താണെങ്കിലും ഇത്തരം നീക്കങ്ങൾ സന്ദീപ് വാര്യർ നടത്തുന്നു. കൂടുതൽ പേരെ ബി.ജെ.പിയിൽ നിന്ന് മറ്റു പാളയത്തിലേക്ക്, കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് എത്തിക്കാനാകുമോ എന്നാണ് സന്ദീപ് വാര്യർ കണക്ക് കൂട്ടുന്നത്. ശരി, അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പാളയം മാറിയെങ്കിലും ബി.ജെ.പിക്കുള്ളിൽ യുവമോർച്ചയ്ക്കുള്ളിലൊക്കെയുള്ള അസംതൃപ്തി അല്ലെങ്കിൽ അവിടെയുള്ള നേതാക്കന്മാരുടെ കാര്യത്തിൽ ആശങ്കയും ആകുലതയും ഒക്കെ പങ്കുവെക്കുകയാണ് സന്ദീപ് വാര്യർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.